ഇന്ത്യ ഇന്ന് ലോക ശക്തികളുടെ നെറുകയിലേക്ക് കുതിച്ചു കയറുകയാണ്. അപ്പുറത്ത് ചൈനയുടെ നെഞ്ചിടിപ്പ് കൂടുന്നു. ഇവിടെ നമ്മുടെ മോദിജി ഓരോ കരുനീക്കങ്ങളും നടത്തുന്നത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യ എവിടെയെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ പ്രതിരോധത്തിന് ഒരു കരുത്തുറ്റ കോട്ട പണിതാൽ അങ്ങ് ദൂരെ ചൈനയിൽ ഇരിക്കുന്നവർക്ക് മുൻപേ ഇവിടെ ഒരാൾക്ക് വേവലാതി തുടങ്ങും. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെ, നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധി. മോദിജി ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു മഹാപദ്ധതി പ്രഖ്യാപിച്ചതേയുള്ളൂ. അപ്പോഴേക്കും പപ്പുമോൻ തന്റെ പരിസ്ഥിതി പ്രേമവും അഴിമതി ആരോപണങ്ങളുമായി ചാടി വീണിട്ടുണ്ട്. സത്യത്തിൽ ഇത് രാജ്യത്തോടുള്ള സ്നേഹമാണോ അതോ ഇന്ത്യ പുരോഗതി പ്രാപിക്കുന്നത് കാണുമ്പോഴുള്ള അസ്വസ്ഥതയാണോ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഹോർമൂസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയെ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? മോദിജി രാജ്യത്തിന്റെ കാവൽക്കാരനായി നിന്ന് ഗർജിക്കുമ്പോൾ വെറും രാഷ്ട്രീയ ലാഭത്തിനായി പിന്നിൽ നിന്ന് കാലുവാരാൻ നോക്കുന്ന ഈ വിനോദയാത്രക്കാരന്റെ പുതിയ തമാശകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വികസനത്തെ എതിർക്കാൻ പപ്പുമോൻ കണ്ടെത്തിയ ആ വിചിത്ര ന്യായങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇനി നമുക്കിതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ ആദ്യം നോക്കാം. മോദി സർക്കാർ ഗ്രേറ്റ് നിക്കോബാറിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് കേവലം ഒരു തുറമുഖമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ നട്ടെല്ലാണ്. മലാക്ക കടലിനടുക്കിൽ തൊട്ടടുത്ത് ഒരു തന്ത്രപരമായ സൈനിക താവളം വരുന്നതോടെ ചൈനയുടെ ചരക്ക് നീക്കവും നാവിക നീക്കങ്ങളും ഇന്ത്യയുടെ വിരൽത്തുമ്പിലാവും. പക്ഷേ മോദി എന്ത് കൊണ്ടുവന്നാലും അത് എതിർക്കുക എന്നത് ഒരു വ്രതമായി എടുത്ത രാഹുൽ ഗാന്ധി ഇതിനെയും വിവാദമാക്കാൻ നോക്കുകയാണ്. പരിസ്ഥിതിയുടെ പേര് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പദ്ധതിയെ തടയാൻ ശ്രമിക്കുന്നത്. ദ്വീപിന്റെ വെറും 2% ഭാഗത്ത് മാത്രം നടക്കുന്ന ഈ വികസനം എങ്ങനെയാണ് നാശമുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരമില്ല. അതിനു പകരമായി ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിൽ വനവൽക്കരണം നടത്താൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി ഇതൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണിൽ വികസനം എന്നാൽ വെറും കടലാസിലെ പ്ലാനുകൾ മാത്രമാണ്. മോദി അത് പ്രാവർത്തികമാക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കറങ്ങി നടക്കുമ്പോൾ പ്രതികരിക്കാത്തവർ അവരെ തടയാൻ ഇന്ത്യ ഒരു സ്ഥിരം നിരീക്ഷണ കേന്ദ്രം പണിയുമ്പോൾ മാത്രം ബഹളം വെക്കുന്നത് എന്തിനാണ്? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന സാമ്പത്തിക കേന്ദ്രമായി മാറുന്നത് തടയാനുള്ള ഗൂഢാലോചനയാണോ ഇതിന് പിന്നിലെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മോദി രാജ്യം കാക്കാൻ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ രാഹുൽ ഗാന്ധി പഴയ റെക്കോർഡ് പോലെ ആരോപണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. രാജ്യസുരക്ഷയും വികസനവും മുൻനിർത്തിയുള്ള ഇത്തരം പദ്ധതികളെ രാഷ്ട്രീയ ലാഭത്തിനായി തകർക്കാൻ നോക്കുന്നത് രാജ്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. മോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിന് മുന്നിൽ ഇത്തരം പപ്പുമൂൻ കളികളൊന്നും വിലപ്പോകില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ചൈനയെ വിറപ്പിക്കുന്ന ഈ പടുകൂറ്റൻ പദ്ധതിയുമായി മോദിജി മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ മാസം ഏപ്രിൽ 28-ന് രാഹുൽ ഗാന്ധി സാക്ഷാൽ ഗ്രേറ്റ് നിക്കോബാറിൽ തന്നെ ഒന്ന് പോയി. എന്തിനാണെന്നല്ലേ? അവിടെ മുറിച്ചു മാറ്റാൻ പോകുന്ന മരങ്ങളുടെ എണ്ണം നോക്കി കണ്ണീരൊഴുക്കാൻ. ഇതൊരു പദ്ധതിയല്ല, ഇത് വേറെ എന്തൊക്കെയോ ആണെന്നാണ് അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ചത്. പക്ഷേ പപ്പുമോൻ അറിയാത്ത അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വനം നശിപ്പിക്കുമെന്ന് പറയുന്നവർ കേൾക്കാൻ ദ്വീപിന്റെ വെറും 1.82% വനം മാത്രമാണ് ഈ പദ്ധതിക്കായി ഉപയോഗിക്കുന്നത്. ബാക്കി 98% അവിടെ സുരക്ഷിതമാണ്. മാത്രമല്ല, ഇതിന് പകരമായി ഹരിയാനയിലും മധ്യപ്രദേശിലുമായി 23,000 ഹെക്ടറിൽ പുതിയ വനം വെച്ച് പിടിപ്പിക്കാൻ മോദി സർക്കാർ ഉത്തരവിട്ടു. പക്ഷേ പപ്പുവിന് ഇതൊന്നും കാണാൻ സമയമില്ല. അദ്ദേഹത്തിന് വേണ്ടത് ചൈനയെ സഹായിക്കുന്ന തരത്തിലുള്ള വികസന വിരുദ്ധ പ്രസ്താവനകൾ മാത്രമാണ്. സത്യത്തിൽ നരേന്ദ്രമോദി എന്ന നേതാവിനെ ഈ രാജ്യം വിശ്വസിക്കുന്നത് അദ്ദേഹം വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. തന്റെ ഓരോ പദ്ധതിയുടെയും പിന്നിൽ ജനങ്ങളുടെ നന്മയും രാജ്യത്തിന്റെ സുരക്ഷയും മാത്രമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പലതവണ തെളിയിച്ചു കഴിഞ്ഞു. അത് അതിർത്തിയിലെ സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ഇപ്പോൾ സമുദ്രത്തിന് നടുവിൽ പണിയുന്ന ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി ആയാലും ലക്ഷ്യം ഒന്നു തന്നെ, ഭാരതം ഒന്നാമത്. ജനങ്ങൾക്ക് ദോഷകരമായ ഒന്നും തന്റെ കൈകൊണ്ട് സംഭവിക്കില്ലെന്ന ആ ഉറപ്പ് തന്നെയാണ് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ കരുത്ത്. ചൈനയെ പോലെയുള്ള വിദേശ ശക്തികൾ ഇന്ത്യയുടെ അതിരുകളിൽ വട്ടമിട്ട് പറക്കുമ്പോൾ കാഴ്ചക്കാരനായി ഇരിക്കാനല്ല, മറിച്ച് ശത്രുവിന്റെ കണ്ണിൽ നോക്കി ഇതെന്റെ മണ്ണാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ്
മോദി സർക്കാർ കാണിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന കുപ്രചാരണങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. രാജ്യത്തെ നശിപ്പിക്കാനല്ല, മറിച്ച് വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭാരതം കൈമാറാനാണ് അദ്ദേഹം പ്രയത്നിക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളും ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ രാജ്യം ശരിയായ ദിശയിലാണെന്ന് ഓരോ സാധാരണക്കാരനും തിരിച്ചറിയുകയാണ്. വിമർശകർക്ക് വിമർശിക്കാം, പക്ഷേ ഈ നാടിന്റെ കാവൽക്കാരൻ ഉറങ്ങാതിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ആ വിശ്വാസം തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇനി രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അവിടെയുള്ള ആദിവാസികളെ മോദി സർക്കാർ തുരത്തുമെന്നാണ്. എന്നാൽ സർക്കാർ പുറത്തുവിട്ട കൃത്യമായ രേഖകൾ പ്രകാരം അവിടെയുള്ള ഒരു ഗോത്രവർഗക്കാരെയും കുടിയിറക്കില്ല. നിക്കോബാരീസ് വിഭാഗങ്ങളുടെ സംസ്കാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ വികസനം എത്തിക്കാനാണ് പ്ലാൻ. പക്ഷേ രാഹുൽ ഗാന്ധി എപ്പോഴും ഒരു തടസ്സവാദം വേണമല്ലോ. പണ്ട് ഞാൻ ഇറ്റലിയിൽ പോയപ്പോൾ കണ്ട വനമല്ല ഇത് എന്നൊക്കെ അദ്ദേഹം നാളെ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ഇനി എന്താണ് ഇതിന്റെ യഥാർത്ഥ ഗുണമെന്ന് നോക്കാം. നിലവിൽ ഇന്ത്യയുടെ വലിയ കപ്പലുകൾ കൊളംബിയയിലും സിംഗപ്പൂരിലും പോയിട്ടാണ് സാധനങ്ങൾ ഇറക്കുന്നത്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഈ പദ്ധതി വരുന്നതോടെ ആ പണം നമ്മുടെ ഖജനാവിലേക്ക് വരും. 50,000 പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മുടെ യുവാക്കൾക്കായി അവിടെ ഒരുങ്ങുന്നത്. ചൈനയുടെ മാലിദ്വീപ് കളിയും ശ്രീലങ്കൻ തന്ത്രങ്ങളും എല്ലാം പൂട്ടാൻ പോകുന്ന ഇന്ത്യയുടെ തുറപ്പ് ചീറ്റാണ് ഗ്രേറ്റ് നിക്കോബാർ. മോദിജി ഒരു വശത്ത് രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുമ്പോൾ മറുവശത്ത് വിദേശ ശക്തികൾക്ക് വേണ്ടി വഴിമരുന്നിടുന്നവർ അത് ഓർത്താൽ നന്ന്. രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ തടയാൻ വരുന്ന ഇത്തരം വിനോദയാത്രക്കാരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചൈനയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന മോദിയുടെ ഈ സ്വപ്ന പദ്ധതി 2028 തന്നെ യാഥാർത്ഥ്യമാകും. അപ്പോഴും രാഹുൽ ഗാന്ധി വല്ല മരത്തിന് ചുവട്ടിലും ഇരുന്ന് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ലോകം ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് മാറുകയാണ്. അവിടെ ഇന്ത്യ ഒരു വെറും കാഴ്ചക്കാരനല്ല, മറിച്ച് കളി നിയന്ത്രിക്കുന്ന നായകനായി മാറാനാണ് മോദിജി ലക്ഷ്യമിടുന്നത്. ഗ്രേറ്റ് നിക്കോബാർ ഒരു തുടക്കം മാത്രമാണ്. പക്ഷേ നമ്മുടെ യുവരാജാവിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് സങ്കടം. ലോകം മൊത്തം ഭാരതത്തെ ഉറ്റുനോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴും ഏതോ പഴയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പയറ്റി നോക്കുകയാണ്. പണ്ട് സമുദ്രങ്ങൾ കടന്നു വന്ന വിദേശ ശക്തികളെ നമ്മൾ അടക്കി ഭരിച്ച ചരിത്രമുണ്ട്. ഇന്ന് നമുക്ക് ശക്തമായ കാവൽപ്പുരകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കാലം മാറി. ഹിമാലയ ചൈനയെ വിറപ്പിച്ച നമ്മുടെ സൈന്യം ഇനി സമുദ്രത്തിലും അവരുടെ നട്ടെല്ല് ഇതാക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇത് വെറുമൊരു മണ്ണുമാന്തൽ പദ്ധതിയല്ല. ഇത് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ശക്തി പ്രകടനമാണ്. മോദിജിക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ ഉറക്കമില്ലാത്ത രാത്രികളും ഈ രാജ്യത്തിന്റെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ മറുവശത്ത് രാഹുൽ ഗാന്ധി എപ്പോഴും തിരക്കിലാണ്. ചിലപ്പോൾ വിദേശത്ത് വിനോദയാത്രയിലാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. എന്നിട്ട് തിരിച്ചു വന്ന് രാജ്യത്തിന്റെ സുരക്ഷാ പദ്ധതികളെ തുരങ്കം വെക്കാൻ നോക്കുന്നു. ഇറ്റാലിയൻ കണ്ണട വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ ഈ വിശ്വരൂപം കാണാൻ കഴിയില്ല എന്ന് ആരെങ്കിലും അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ. വിമർശിക്കുന്നവർ അവിടെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മോദി എന്ന കരുത്തനായ ഈ നേതാവ് വികസനത്തിന്റെ തേരോട്ടം ആർക്കും തടയാനാവില്ല. ചൈനയെ പേടിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ പോരാ, മറിച്ച് ഗ്രേറ്റ് നിക്കോബാറിലെ ആ കൂറ്റൻ ക്രെയിനുകൾ ഉയർന്നു പൊങ്ങുക തന്നെ വേണം. രാജ്യവിരുദ്ധ ശക്തികൾ എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ഭാരതത്തിന്റെ ഈ കുതിപ്പ് ഹിമാലയത്തേക്കാൾ ഉയരത്തിൽ തന്നെ നിൽക്കും. ഇത് പുതിയൊരു ഇന്ത്യയാണ്. അടങ്ങിയിരിക്കാനല്ല, അടക്കി ഭരിക്കാനാണ് ഇന്ത്യയുടെ പുറപ്പാട്. രാഹുൽ ഗാന്ധി വായുവിലെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, മോദിജി ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി അമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ മഹാപദ്ധതി പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ പപ്പുമോനും അവിടെ വന്ന് ഒരു സെൽഫി എടുത്തേക്കാം. കാരണം അന്ന് ഇന്ത്യയുടെ കരുത്ത് കണ്ട് ലോകം മൊത്തം അവിടെ അണിനിരന്നിട്ടുണ്ടാകും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.